ഹായ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പഴം വെച്ചിട്ട് നിങ്ങൾക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്, ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പഴം നെയ്യിൽ വളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്ന് എടുത്ത് കാണിക്കാൻ എന്താ, ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ ഡ്രസ്സിൽ. ആരെങ്കിലും ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും കണ്ടാൽ വിചാരിക്കേണ്ട ഇതെന്താണ് അല്ല. ഞാൻ എല്ലാ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യുന്ന കേട്ടോ. ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് എന്നോട് എൻ്റെ ലൈവിൽ കുറേ എൻ്റെ ഏട്ടന്മാർ അനിയന്മാർ എല്ലാവരും ഉണ്ട്. അവരെല്ലാം എന്നോട് ചോദിക്കും ഇന്ന് ഞാൻ പഴം വാങ്ങിക്കുന്നവർ കണ്ടേ, എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നും പഴംപൊരിയാണോ ചായക്ക് എന്ന് വെച്ചാൽ ഞാൻ എന്താക്കി, ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്നൊരു വ്ളോഗ് എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേട്ടോ. അപ്പം ഞാനിന്ന് ദേവട്ടം വരുമ്പോഴേക്കും ഇത് നെയ്യിലൊന്ന് വളിച്ചിട്ട് ഒരു 4 മണി പലഹാരം പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പായസം കൂടി വെക്കുന്നുണ്ട്. പായസം എന്ന് വെച്ചാൽ വെറുതെ നമ്മന്ന് ഷോപ്രിക്സിൽ സാധനം വാങ്ങിക്കാൻ പോയിട്ടാകുമ്പോൾ ദേവട്ടൻ ഇങ്ങനെ പറഞ്ഞു, പായസം ഞാൻ ഇവിടെ ഉണ്ടാക്കലുണ്ട്, പക്ഷേ ദേവട്ടൻ ആടെ ഒരു പാക്ക് കണ്ടിട്ട് ഞാൻ എന്നോട് പറഞ്ഞു അമ്മ നമുക്കത് പെട്ടെന്ന്, എനിക്ക് കുറച്ച് മടിച്ചാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ആക്കി കുടിക്കണമെങ്കിൽ ഇങ്ങനെ മിക്സ് റൈസ് പാലട പാക്ക് ഉണ്ടായിന് ഡബിൾസിൻ്റെ. അപ്പം ഞാനത് വാങ്ങിയതാണ്, അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവട്ടം വരുമ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂടി ഒന്ന് പെട്ടെന്നൊന്ന് ആക്കാം നമുക്ക്. അപ്പം ഞാനുണ്ടല്ലോ ഇവിടെ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, കിസ്മിസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, കുറച്ച് അവല എടുത്തിട്ടുണ്ട്, 1 കപ്പ്, കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്നുമല്ലേ ഇതിലിപ്പോൾ അവൽ തേങ്ങ നെയ്യെല്ലാം ഞാൻ അതിൽ ചേർക്കാൻ വേണ്ടി എടുത്ത് വെച്ചാൽ നമ്മളെ പഴം ആക്കുന്നതിൽ ഈ പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പെല്ലാം ഞാൻ പായസത്തിലിടാൻ വേണ്ടി എടുത്ത് വെച്ചാട്ടോ. അത് അതിലിടുന്നവർക്ക് അതിലിടാം, പക്ഷേ എനിക്ക് അതൊന്നും ഇട്ടിട്ട് ചെയ്യുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്കതിങ്ങനെ സാധാരണ ഒന്നും ഇല്ലാണ്ട് ചെയ്ത് തിന്നുന്നത് കഴിക്കുന്നത് എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊന്നും അതിലിടുന്നില്ല. അത്ര ഞാൻ പായസത്തിന് വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. അതിന് ഇതേ വേണ്ടു കേട്ടോ. എല്ലാ പക്ഷേ ഇടുന്ന ആളുണ്ട് കേട്ടോ, ഇടലുണ്ട്, എല്ലാവരും ഇടലുണ്ട്, വേണ്ടുന്നവർക്ക് ഇടാം കേട്ടോ. ഇതെല്ലാം സാധാരണ പഴം വിളിക്കുമ്പോൾ എല്ലാവരും ഇടുന്നതാണ്, പക്ഷെ ഞാൻ ഇടുന്നില്ല എന്നേ ഇല്ലൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ പാലട പാക്ക് വാങ്ങിയിട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അല്ലാണ്ട് തന്നെയാണ് ആക്കല്, പാക്കുകൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഒന്ന് വെച്ച് നോക്കാം, എളുപ്പ പണിയായിന്നേലോ. അപ്പോൾ 2 ലിറ്റർ പാലിൽ ഈ പാക്കറ്റ് അങ്ങോട്ട് പൊട്ടിച്ചിടണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ലിറ്റർ പാലും ഈ പാക്കറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ മിൽക്കി മെഡലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊതുവേ പായസം വെക്കും മിൽക്കി മെഡലും കൂട്ടലുണ്ട്. നമുക്ക് പിന്നെ കൂട്ടാൻ ഇത് ഇളക്കി കൊടുക്കാവുന്ന. ഇത് ഞാൻ തിളച്ച പാലിലേക്കാണ് കേട്ടോ ഈ പായസം മിക്സ് ഞാൻ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പോൾ അത് അവിടെ ഇങ്ങനെ ആവട്ടെ, അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് അപ്പുറം പഴം വെളിക്കാനില്ല, പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല പഴുത്ത പഴം കേട്ടോ. പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കമൻറ്റിൽ ആൾക്കാർ ചോദിക്കാം എന്തേ കട്ടിങ് ബോർഡില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഉണ്ട്, അതെല്ലാം അവിടെ ഉണ്ട്. ഇതിപ്പോൾ തൽക്കാലം തന്നെ പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചു. ഇതിപ്പോൾ ഞാൻ കുറേ ആയിട്ട് എങ്ങനെ ആക്കാത്തത്, മുമ്പെല്ലാം അധികം ആക്കി കഴിക്കുമായിരുന്നു, ഇപ്പം കുറേ ആയി ആക്കാത്തത്. എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ആ പഴമെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പുറം ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പാത്രം ചൂടായി, നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പഞ്ചസാരയും കൂടി വേണം കേട്ടോ, അതെനിക്ക് വിട്ടുപോയതാണ്. പിന്നെ ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂട്ടലുണ്ട്. അത് രണ്ടും ഞാൻ കാണിച്ചിട്ട് അത് ഞാൻ ഇടുമ്പോൾ കാണിക്കാം കേട്ടോ.
പായസം ഇപ്പുറത്തുനിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഭാഗത്ത്. അത് ഏകദേശം ഒരു 25 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നെയ്യ് ചൂടായി. ഇനി പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് പണിയൊന്നുമില്ല, പെട്ടെന്ന് ആക്കാൻ മതി. നല്ല അടികട്ടിയിൽ പാത്രത്തിൽ വെക്കാനാണ്. എൻ്റെ ഒരു സ്റ്റീലിൻ്റെ കുക്കറുണ്ട്. അതിലിപ്പോൾ വേറെ ഞാൻ കഞ്ഞി വെച്ചതാണ് ഉണ്ടായി. ഇതിപ്പോൾ ഞാൻ എൻ്റെ വേറൊരു കുക്കർ എടുത്തതാക്കാം. നല്ല അടികട്ടിയിൽ വേറെ ഏതെങ്കിലും പാത്രങ്ങളൊക്കെ അങ്ങനെ അതിലാക്കി എടുത്താലും മതി. അപ്പുറത്ത് ചായ തിളക്കുന്നുണ്ട്. കട്ടൻ ചായയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. പാലില്ലാത്തറ ഞാൻ പായസത്തിനെടുത്തു. കട്ടൻ ചായ. ഇനി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചായക്ക്. ഇത് ഒരുവിധമുള്ള അങ്ങനെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സേമിയ വെക്കുമ്പോൾ ഞാൻ മിൽക്കി മേഡ് കൂട്ടലുണ്ട്. പാലടയിൽ കൂട്ടലുണ്ടോ? ഇതിലും കൂട്ടലുണ്ട് കേട്ടോ. അതിൽ ഇവർ എഴുതിയിട്ടുണ്ട് മിൽക്കി മേഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ മിൽക്കി മേഡ് വാങ്ങിയിട്ട് തന്നെ ഞാൻ പൊതുവെ എല്ലാ പായസത്തിനും മിൽക്കി മേഡ് കൂട്ടാണ്ട് വെക്കില്ല. അല്ലാണ്ട് ഒരു രുചി കിട്ടാനില്ല. മിൽക്കി മേഡും കൂടി കൂട്ടുമ്പോൾ പഴം ഒരുവിധമെല്ലാം ആയി. ഇനി നമുക്കതിലേക്ക് അവലിട്ട് കൊടുക്കാം. എടുത്ത് വെച്ച് അവലിട്ട് കൊടുക്കാം കേട്ടോ. ഇതേ കൂട്ടം പഴം പൊരിച്ചിട്ടും ഇതുപോലെ ആക്കി കൊടുത്താലും കഴിക്കും. അല്ലാണ്ട് അവന് പഴം അത്ര ഇഷ്ടമല്ല. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇത്രയും ബാലൻസ് ചെയ്യാൻ എല്ലായിട്ടും ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതേപോലെ ഒരു നുള്ളു പായസത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാൻ എല്ലാ മധുരത്തിലും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താലേ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഇതാണ്. അത് ഇയാളത് ചെയ്യലില്ല. അപ്പോൾ ഇങ്ങനെ ആ മധുരം ഇങ്ങനെ കുത്തും പോലെ ഉണ്ട്. എടുത്ത് കാണിക്കാൻ മധുരം.
തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇടുന്നവർക്ക് ഇടാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. തേങ്ങ ഇട്ടിട്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അതൊന്ന് ഞാൻ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വേണ്ടുന്നവർക്കെല്ലാം ഇടാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനതെല്ലാം ഒഴിവാക്കിയതിന് എനിക്ക് വേണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഞാൻ അങ്ങനെ ഇടലൊന്നുമില്ല. തേങ്ങക്കെല്ലാം കുറച്ച് ക്ഷാമമാണ്. കുറച്ച തേങ്ങയെല്ലാം കൊടുത്തു എരിപ്പോ കുറേ തേങ്ങയെല്ലാം റോഡിലും പോയി. ഇതിപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ കാണിക്കുന്നുണ്ടാണ് ഞാനിങ്ങനെ തേങ്ങയെല്ലാം ഇട്ട് കാണിക്കണം കേട്ടോ. തേങ്ങ ഇട്ടാലും രുചിയാണ്, തേങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ രുചിയാണ്. നമ്മളെ പാലട ഉണ്ടോ, കുറുകി വരുന്നുണ്ട്. അടിപൊളി. നമ്മളെപ്പോലെ ഒരാൾക്കും രണ്ടാൾക്കല്ലോ എല്ലാവർക്കും ഇതുപോലെ പാക്കറ്റ് വാങ്ങിയ പെട്ടെന്നായി. എന്നെപ്പോലെ ഇല്ല മടിയന്മാർക്കല്ലോ. ഞാൻ പായസം ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഞാൻ എപ്പോഴും സേമിയെല്ലാം വാങ്ങിയിട്ട് തന്നെ പായസം വെക്കല്. സേമിയ പായസം ഞാൻ കൂടുതലും വെക്കല്. ഈ പാക്കറ്റ് കളി ഇത് ആദ്യമായിട്ട് ദൈവം പറഞ്ഞുകൊണ്ട് വാങ്ങിയത്. അപ്പം നമ്മളെ പഴം വെളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രേ പണിയായാലും എളുപ്പമായി. നല്ല കട്ടൻ ചായയൊക്കെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. പായസം അപ്പുറത്തുനിന്ന് ആവട്ടെ കേട്ടോ. പായസം ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പം നമുക്ക് പായസം കൂടി ഒന്ന് കാണിച്ച് തരാം. വെന്തിട്ടാ കുറച്ച് വേണ്ടട്ടെ കേട്ടോ. നമ്മൾ പായസം നല്ല വായിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങിയിട്ട് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മിൽക്കി മേഡ് ഇട്ടു. കുറച്ച് മിൽക്കി മേഡ് കൂടി കൂട്ടിയിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം കേട്ടോ. അടിപൊളിയായി കറക്റ്റ് പാകമായി വെന്ത് കിട്ടാൻ നമുക്ക് വാങ്ങാൻ. അപ്പം ഞാനിതാ പായസത്തിന് വറുത്തിടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്കതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്തിടാം കേട്ടോ. നെയ്യിട്ടു, മുന്തിരി ഇട്ടു, എല്ലാം പെട്ടെന്ന് എടുപിടി അത് പെട്ടെന്ന് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ടിട്ട് കുറച്ച് ആവാനാകുമ്പോൾ മുന്തിരി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനെല്ലാം ഒന്നിച്ച് തട്ടി. ആയി വന്നിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെക്കാം. ആഹാ, അടിപൊളി പായസം. കണ്ടോ, നമ്മൾ പായസം റെഡിയായി. ഇതാ അടിപൊളി. അപ്പോൾ ഇതാ നേന്ത്രപ്പഴം വിളയിച്ചത്, സൂപ്പർ കട്ടൻ ചായ,
പായസം കുറച്ച് ടേസ്റ്റ് നോക്കാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തണിഞ്ഞ അടിപൊളി ഇടപ്രഥമൻ. ദേവട്ടം വന്നതില് പായസം കുടിച്ചിട്ടാ അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞു. ഞാൻ കുടിച്ചോട്ട് പാലയുടെ അങ്ങനെ അതേ ടേസ്റ്റ്. അടിപൊളി. സൂപ്പർ. അപ്പൊ എല്ലാവർക്കും എടാ നോക്കടാ ഇങ്ങോട്ട് മൈൻഡാക്കടാ.